ലോഗിൻ ചെയ്തതിന് ശേഷം ഒരു ജോബിന് അപ്ലൈ ചെയ്യാനായി 3 സ്റ്റെപ്പുകളാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ള ജോബുകൾ കണ്ടെത്താനായി ജോബ്സ് ഇൻ ബോർഡ് എന്ന് പറഞ്ഞ ഈ ബട്ടൺ, അതല്ലെങ്കിൽ ഈ മെനു ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ജോബ് ബോർഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോളേജ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ജോബുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ജോബ് അതിനെക്കുറിച്ച് വായിച്ചതിന് ശേഷം ആഡ് ടു ഇൻ്റർവ്യൂ പ്ലാനർ, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊഫൈൽ ഡിസൈനറിൽ പോയി സെക്ഷൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ജോബ് ചൂസ് ചെയ്യുക ആൻഡ് fill in the details, full name, email ID, mobile number, address, professional summary. You can change colors of icons, education, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് റെസ്യൂം സെറ്റാക്കിയതിന് ശേഷം അടുത്തതായി ജോബ് ബോർഡിൽ വരണം. ജോബ് ബോർഡിൽ വന്നിട്ട് നമ്മൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ജോബ് കണ്ടെത്തിയതിന് ശേഷം അവിടെ ഒരു അപ്ലൈ നോ ബട്ടൺ കാണാം. ഈ അപ്ലൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതാണ്. ഈ അപ്ലൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റെസ്യൂം ഞങ്ങൾ റിക്രൂട്ടേഴ്സിന് ഷെയർ ചെയ്യും. എന്നിട്ട് റിക്രൂട്ടേഴ്സ് നിങ്ങളുടെ റെസ്യൂം അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഡേറ്റ് തരും. ഒരു കമ്പനിയുടെ റിക്രൂട്ടർ നിങ്ങളുടെ റെസ്യൂം ഒരു ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്കൊരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതേപോലെ ഹോം പേജിൽ നിങ്ങളുടെ മീറ്റിംഗ്സ്, ഇൻ്റർവ്യൂസ് എല്ലാം ഇവിടെ കാണുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ ടുഡേ സെഷൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഇവിടെ കാണാം. ക്ലിക്ക് ഓൺ ഡീറ്റെയിൽസ് ആൻഡ് ഇവിടെ ഒരു ജോയിൻ ബട്ടൺ കാണാവുന്നതാണ്. ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴി ആ മീറ്റിങ്ങിലേക്ക് കയറാവുന്നതാണ്. അതേപോലെ ഇൻ്റർവ്യൂസ് എന്തൊക്കെയാണോ അപ്കമിങ് ആയിട്ടുള്ളത് അതും നമുക്ക് ഈ മെനുവിൽ വെർച്വൽ സെഷൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.